എന്റെ സ്നേഹിതയാണു നീ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ നിന്നെ പെണ്ണെ വീടില്ല നിന്നെ പൊന്നെ വീടില്ല നിന്നെ പെണ്ണെ പിന്നെ ഞാൻ വീടില്ല കർത്താവേ നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ മാലാഖയെ പോൽ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു പെണ്ണേ ഞാൻ വിടില്ല ഒന്നേ ഞാൻ വിടില്ല വിടില്ല നിന്റെ പിടി വിടില്ല സൂപ്പർ പെർഫോമൻസ്. പക്ഷെ അതിന് മുമ്പ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രസന്റിംഗ് ബിഫോർ യു സാരംഗി ആൻഡ് അദ്വൈത് അഭിജിത്ത് ഇതിലാരാ? അഭിജിത്ത് ആൻഡ് അദ്വൈത് അല്ലേ? ഓക്കെ, ഇവര് 3 പേരുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ അധികം റീൽസിൽ കൂടെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് കണ്ടു. പക്ഷെ സാരംഗിയുടെ ഒട്ടുമിക്ക ഡാൻസസും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഷീസ് ലൈക്ക് അമേസിങ് ഡാൻസർ ആണ്. അതിന് പറയേണ്ട കാര്യം ഇല്ലല്ലോ. മാസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസ് ഇവിടുത്തെ? ഓരോ സ്റ്റെപ്പും, അതായത് ഞാൻ ഇവർ 3 പേരായപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇവർ 3 പേരും കൂടി എങ്ങനെയാണ് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാൻ പോകുന്നതെന്ന്. കാരണം ചിലപ്പോൾ നമുക്ക് സിംഗിൾ ഡാൻസിന് ഒരു ആളുകളെ ആസ്വദിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവാറുണ്ട്. സാരംഗി വന്ന് കളിച്ചപ്പോൾ തന്നെ ഓരോ സ്റ്റെപ്പും സിഗ്നേച്ചറായിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഓരോന്നും നല്ല കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് എത്തി. അത് കൊള്ളാലോ എന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും നിങ്ങൾ 3 പേരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എക്സ്ട്രോർഡിനറി പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല യുണീക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ 3 പേരുടെ കോസ്റ്റ്യൂം അത് എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ 3 പേര്. ഓരോ സ്റ്റെപ്പുകളും ഇവിടെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമായിരുന്നു, നെഞ്ചിലേക്ക് ഇങ്ങനെ എറിഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പിന്നെ പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്, ഫേസ് എക്സ്പ്രഷൻ. ഓരോ സെക്കൻഡിലും പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ മാറുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു സൈറ്റടി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. സൈറ്റടി ഉണ്ടായിരുന്നില്ലേ? പിന്നെ അതൊക്കെ അവിടെ കിട്ടിയത് മൊത്തം. പിന്നെ എന്തിനാ മുത്ത ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ഇവനതൊക്കെ ശ്രദ്ധിച്ചോ? എന്തൊക്കെയല്ലേ ഞാൻ എനിക്കൊന്നുകൂടായിരുന്നു അങ്ങോട്ടേക്ക്. ഓരോ ഞാൻ പറയായിരുന്ന ഡയലോഗാണ്. അവൻ കോപ്പി അടിച്ചു പറഞ്ഞു. ആ കൊച്ചിന്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അസാധ്യ എക്സ്പ്രഷൻ. മോളെ എലിന ചേച്ചി പറയുമ്പോഴാണ് ഞാൻ അറിയണത് മോള് കുറെ റീൽസ് ചെയ്തിരുന്നത്. അങ്കിളുടെ പരിചയമുണ്ടല്ലോ അല്ലേ? സിനിമയിലേക്ക് ചാൻസ് കിട്ടും, നോക്കി വെച്ചോളൂ. ഉഗ്രനായിരുന്നട്ടാ, നല്ല എക്സ്പ്രഷൻസ്, നല്ലായിരുന്നു. ഇവൻ ആദ്യം പറഞ്ഞ പോലെ വന്നു നിന്ന് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുമ്പോൾ ഗംഭീരമായിരുന്നു. അതിനുശേഷം ഈ 2 പേരും കൂടി വന്ന് പൊരിച്ചു കലകി. താങ്ക് യു മാസ്റ്റർ. പക്രചേട്ടാ, കുട്ടീനെ മാറ്റി നിർത്താം. ഇവരെ പറ്റി ആദ്യം പറ. ഇവര് 2 പേരും പൊളിച്ചടിക്കുക. അതാണ് കാരണം ഇവര് 2 പേരും കൂടെ സാരംഗിയോട് ചോദിച്ചപ്പോഴാണ് ഇതൊരു എന്താ പറയുന്ന പവറായിട്ട് 3 നമുക്കൊരു 12 ആയിട്ടൊക്കെയാ തോന്നിയത്. അത്ര പവർഫുൾ ആയിട്ട് വരുന്നു. ഇതിന് നടുക്ക് നിന്നിട്ട് സാരംഗി കളിക്കുന്നു. അത് എന്താ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 3 പേരെ ഉള്ളെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റി. പിന്നെ നിങ്ങളുടെ സോങ് സെലക്ഷൻസ്, നിങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾ എക്സ്പ്രഷനും അതുപോലെ തന്നെ സാരംഗി ഒരിടത്തും ലിപ്പ് വിട്ടിട്ടില്ല. നന്നായിട്ട് ചിരിച്ച് നല്ല പ്ലസന്റ് ആയിട്ട് നല്ല ഗ്രേസോട് കൂടി ചെയ്തു. അതിന് കറക്റ്റ് നിങ്ങളുടെ ആ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറേ കാലം ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു അല്ലേ? ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേജ് ഷോസ് കാര്യങ്ങൾ ചെയ്യാറുണ്ടോ അതോ ഇൻസ്റ്റയിൽ മാത്രം നിങ്ങൾ റീൽസ് ചെയ്ത് തുടങ്ങിയ ടീമാണോ? എങ്ങനെ? ടീമല്ല, ഒരുമിച്ച് ഡാൻസ് പഠിച്ചു തുടങ്ങിയവരാണ്, urban സ്റ്റൈൽസ്. എന്നിട്ട് ഞങ്ങൾ തന്നെ കൊറിയോഗ്രാഫീസ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണ് ഈ urban സ്റ്റൈൽ എന്ന് പറഞ്ഞു തരുമോ? അതായത് ഹിപ്പ് ഹോപ്പും അല്ലാത്ത സ്ട്രീറ്റ് സ്റ്റൈൽസ് ലൈക്ക് ലോക്കിംഗ്, പോപ്പിംഗ്, അങ്ങനത്തെ കുറച്ച് ഞങ്ങൾക്കെല്ലാം ഒറ്റ ഡപ്പാങ്കുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ കളിച്ച ആ ഒരു സ്റ്റൈലിന് എന്താ പറയാ? ഞാൻ ആക്ച്വലി എന്റെ സോളോ കളിച്ചത്
സ്ട്രീറ്റോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ്. സ്ട്രീറ്റോ ക്ലാസിക്കൽ. ഓക്കെ, അതിൽ ക്ലാസിക്കലും ഉണ്ട്. ഒരു മിക്സ് ആണ് ബേസിക്കലി. സ്ട്രീറ്റ് സ്റ്റൈൽസും ക്ലാസിക്കൽ ഫോംസിന്റെ ഒരു മിക്സ് ആണ്. ഓക്കെ, ദാറ്റ്സ് നൈസ്. ശരിക്കും ട്രെയിൻഡ് എന്തിലാണ് സാരംഗി? ക്ലാസിക്കലിലാണ് മെയിൻലി ട്രെയിൻഡ്. സ്ട്രീറ്റ് സ്റ്റൈൽസിന്റെ ബേസിക്സ് അറിയാം. ഓക്കെ, അപ്പൊ അത് വെച്ച് മിക്സ് ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, എന്ത് ചെയ്യുവാ? ഞാൻ കറന്റ് ഇപ്പം LLB പഠിക്കുകയാണ്. അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കൂ. മോന്റെ പേര് എന്താ ചെയ്തേ? എന്റെ പേര് അഭിജിത്ത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ, ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു അസ്പയറിംഗ് ആക്ട്രസ് കൂടിയാണ്. അവിടെ ഞങ്ങൾക്ക് എത്തിപ്പിടിക്കുന്നു. ആസ്പയറിംഗ് ആക്ട്രസും കൂടിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സിനിമകളൊക്കെ നേടാൻ പറ്റട്ടെ, ഡാൻസറായിട്ട് മുന്നോട്ടേക്ക് വരട്ടെ. ഈ സ്റ്റൈൽസ് ഓഫ് ഡാൻസസ് പറഞ്ഞപ്പം അതൊന്ന് കാണിക്കാൻ പറ്റും? ഈ സ്റ്റൈൽസ് 2-3 സ്റ്റൈൽസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഒരു 30 seconds റീലിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. സ്ട്രീറ്റോ ക്ലാസിക്കൽ കാണിച്ചാൽ മതിയോ? സ്ട്രീറ്റോ ക്ലാസിക്കൽ പറഞ്ഞ കുറെ കാര്യമില്ലേ, പോപ്പ് പറഞ്ഞു, ഹിപ്പ് ഹോപ്പ് പറഞ്ഞു, അങ്ങനെ കുറെ സാധനമില്ലേ. 2 സ്റ്റെപ്പ് വെച്ച് കാണിച്ചാൽ മതി. നാദിക അല്ല നമ്മള് ശരിക്കും നമ്മളിവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട്. പണ്ടത്തെ പഴയൊരു ശോഭനയില്ലേ, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടെന്നാണോ? അതാണ് കറക്റ്റ്. എന്റെ മോനെ, ഏതൊരു ഡാൻസറും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ഡാൻസറും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കേട്ടിരിക്കുന്നത്. പഴയ ശോഭന. ഇനി നമ്മൾ സ്റ്റാർസ് എത്രയാണ് നേടാൻ പോകുന്നത് അറിയാൻ പോകുന്നത്. മാസ്റ്റേഴ്സ് നാദിക മോളെ 5 സ്റ്റാർ. 5 stars ആണ് നേടിയിരിക്കുന്നത്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഏറ്റവും ടോപ്പ് സ്റ്റാർസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. 5 സ്റ്റാർ നേടിയ ഈ ടീമിന് നമുക്ക് നാദിക വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ് നാദിക, പ്ലീസ് ജോയിൻ us. അപ്പം അഭിജിത്തിനും സാരംഗിക്കും അദ്വൈതിനും ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും 5 സ്റ്റാർ ആർട്ട് എന്നുള്ള ലേബൽ. കൺഗ്രാറ്റുലേഷൻ. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ടും സമാനമായി ലഭിക്കുന്നുണ്ട് 3 പേർക്കും.